പാലക്കാട് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞതിൽ സംഘപരിവാറിന്റെ ആരും കാരണമായിട്ടില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അടുത്ത കാലത്ത് ബി.ജെ.പി. വിട്ടുപോയ ആളുകളുടെ പങ്കാളിത്തമുണ്ടോ എന്ന് സംശയമുണ്ട്. അതിനാൽ നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം വേണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ബി.ജെ.പി. ക്രിസ്മസ് സ്നേഹസന്ദേശ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു കെ സുരേന്ദ്രൻ. ക്രിസ്മസ് ആഘോഷം തടഞ്ഞത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാനാവില്ല. സംഭവത്തിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ട്. ക്രൈസ്തവ സമൂഹവുമായുള്ള ബി.ജെ.പിയുടെ സൗഹാർദ്ദ ഇടപെടൽ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഇതിന്റെ പിന്നിലെന്ന് അന്വേഷിക്കണം. അടുത്ത കാലത്ത് ബി.ജെ.പി. വിട്ടുപോയ ആളുകളുടെ പങ്കാളിത്തമുണ്ടോ എന്നും സംശയിക്കുന്നു. ആയതിനാൽ നിഷ്പക്ഷവും നീതിപൂർവവുമായുള്ള അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാനൊരു ഗൂഢാലോചന ഇതിൽ സംശയിക്കുന്നുണ്ട്. ക്രൈസ്തവ സമൂഹവുമായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ബി.ജെ.പി. വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിഷ്ടമില്ലാത്ത ചില ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് കാര്യമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ബി.ജെ.പി. വിട്ട് പോയിട്ടുള്ള ചില ആളുകളുടെ പങ്കാളിത്തം ഇതിലുണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം. വൈദികരെ ലോകയിട്ട ഭീകരന്മാർ എന്ന് പറഞ്ഞ ബി.ജെ.പി. വയനാട് മുൻ ജില്ലാ പ്രസിഡന്റിനെ തൽക്ഷണം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നുവെന്നും 3 മാസത്തിനകം ഇയാളെ കോൺഗ്രസ് മാലയിട്ട് സ്വീകരിച്ചതായും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ആ സംഘർഷത്തിന് പിന്നിൽ ലോഹയിട്ട ഭീകരന്മാരാണ്. പക്ഷെ അവിടെ പങ്കെടുത്തതെല്ലാം അഭിവന്ദ്യരായിട്ടുള്ള സമുദായ നേതാക്കളായിരുന്നു. ആ നിമിഷം ഞാൻ അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കം ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചു. ഞങ്ങൾ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് 100% സത്യസന്ധമാണ്, ആത്മാർത്ഥമാണ്. ഒരു തരത്തിലും അതിൽ വെള്ളം ചേർക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് കർശനമായ നടപടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സ്നേഹസന്ദേശ യാത്രയുടെ ഭാഗമായി ബിഷപ്പ് ഹൗസിലെത്തിയ സുരേന്ദ്രനെ ബിഷപ്പ് മധുരം നൽകി സ്വീകരിച്ചു. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആശംസാ സന്ദേശം സുരേന്ദ്രൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിന് കൈമാറി. കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടുനിന്നു. ജനം, കോഴിക്കോട്.